എല്ലാ മരണവാർത്തകളും മനുഷ്യന് വേദനകളുണ്ടാക്കുമ്പോഴും പണ്ഡിതരുടെ ഇൽമു പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ മരണം ഒരു വേള കുറച്ചുകൂടെ തീവ്രമായ വേദനയ്ക്ക് കാരണമാകാറുണ്ട്. ഇൽമിൻ്റെ വാഹകരാണ്. തലപ്പാവ് ധരിച്ച മക്കളും പണ്ഡിതരും ഒക്കെ ജീവൻ പൊലിഞ്ഞ് റോട്ടിൽ കിടക്കുന്നത് കാണുമ്പോൾ വല്ലാത്തൊരു വിങ്ങലാണ്. അള്ളാഹുവേ, നീ ശുഹദാക്കളുടെ പദവി നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. കഴിഞ്ഞ ദിവസം ഏറെ വൈറലായൊരു പ്രഭാഷണം എൻ്റെ ശ്രദ്ധയിലിങ്ങനെ പെട്ടു. ഒരു ദിവസം മുമ്പ് ആക്സിഡൻറ്റിൽ മരണപ്പെട്ടൊരു ഉസ്താദിൻ്റെ വാക്കുകളാണതെന്ന് കേട്ടപ്പോൾ വല്ലാത്തൊരാശ്ചര്യം തോന്നി. അബ്ദുൽ മുഹൈമിൻ അഹ്സനി എന്ന് പറയുന്ന വളരെ ചെറുപ്പക്കാരനായൊരു പണ്ഡിതൻ, കല്യാണമൊക്കെ ഉറപ്പിച്ച് തീയതി നിശ്ചയിച്ച് കല്യാണത്തിന് വേണ്ടി മനസ്സിൽ ആഗ്രഹങ്ങളോടെ കാത്തിരുന്ന ഒരു യുവ പണ്ഡിതൻ തെക്കൻ മേഖലയിലൊക്കെ ഒന്ന് സിയാറത്ത് ചെയ്ത് അദ്ദേഹവും കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും ഒക്കെയായി തിരിച്ചു വരുമ്പോൾ കുന്നംകുളം ഭാഗത്ത് തൃശ്ശൂരിൽ വെച്ചാണ് അപകടം ഉണ്ടായതെന്നാണ് അറിഞ്ഞത്. അള്ളാഹുവിൻ്റെ ഖലാ നമുക്ക് മാറ്റി എഴുതാൻ കഴിയില്ലല്ലോ. എപ്പോഴാണ് മരണം, എപ്പോഴാണ് ജനനം, ഇതൊക്കെ റബ്ബിൻ്റെ തീരുമാനമാണ്. നമ്മളല്ലല്ലോ ഇതൊന്നും തീരുമാനിക്കുന്നത്. ഞാൻ എത്ര കൃത്യമായി ഭംഗിയായി ഡ്രൈവ് ചെയ്താലും എൻ്റെ റബ്ബ് എൻ്റെ മരണം വിധിച്ചിട്ടുണ്ടെങ്കിൽ അത് കൃത്യം ആ സമയത്ത് തന്നെ നടക്കും. നമുക്കതിലൊരു റോളും ഇല്ലല്ലോ അല്ലേ. അള്ളാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ കാരുണ്യത്തിലേക്ക് ആ പ്രിയപ്പെട്ട സഹോദരനെ യാത്രയാക്കിയിട്ടുണ്ട്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അള്ളാഹു റബ്ബുൽ ആലമീൻ കുടുംബാദികൾക്ക് ക്ഷമ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടെ ഉണ്ടായിരുന്ന 2 ഉസ്താദുമാർ സീരിയസ് ആയി ഹോസ്പിറ്റലിൽ തന്നെയാണ്, ഒരാൾ വെന്റിലേറ്ററിലാണ് എന്നും അറിയാൻ കഴിഞ്ഞു. അള്ളാഹു റബ്ബുൽ ആലമീൻ എത്രയും പെട്ടെന്ന് പരിപൂർണ ശിഫാ അവൻ്റെ കാരുണ്യം കൊണ്ട് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ മരണപ്പെട്ട മുഹൈമിൻ അഹ്സനി എന്ന് പറയുന്ന പ്രിയപ്പെട്ട സഹോദരൻ, അദ്ദേഹം കുറ്റുപ്പുറം അബ്ദുള്ള മുസ്ലിയാർ എന്ന സൂഫി വര്യനായ മഹാൻ്റെ പേരക്കുട്ടിയാണ് എന്നും കൂടെ അറിയാൻ കഴിഞ്ഞു. ഏതായാലും കഴിഞ്ഞ ദിവസം വൈറലായ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. ഒരു കാര്യം ചിന്തിക്കേണ്ടത്, ഈ സംസാരിക്കുന്നത് മരിച്ചുപോയൊരു മനുഷ്യനാണ്. ഒരുപാട് സ്വപ്നങ്ങളും ഒരുപാട് ഭാവങ്ങളും ഒരുപാട് ആഗ്രഹങ്ങളും ഒക്കെ നിറഞ്ഞു നിൽക്കെ സ്വപ്നങ്ങളിലേക്ക് ഓടിക്കൊണ്ട് സ്വപ്നങ്ങളിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ അപ്രതീക്ഷിതമായി മരണം സംഭവിച്ചൊരു മനുഷ്യൻ. ആ മനുഷ്യൻ മരണത്തെക്കുറിച്ച് പറഞ്ഞ വാക്കുകളാണ്. അല്പമെങ്കിലും ഹൃദയമുണ്ടെങ്കിൽ നമ്മളിത് ശ്രദ്ധിക്കാതെ പോവില്ലല്ലോ. ഒന്ന് കേട്ടു നോക്കിക്കേ. ഇന്ന് മരണങ്ങൾ കൂടുതലാണ്. ചെറുപ്രായത്തിൽ തന്നെ ചെറുമക്കൾ, വളരെ ചെറിയ പ്രായം ചെന്ന ആളുകൾ തന്നെ ഒരു രോഗവുമില്ലാതെ മരിച്ചുകൊണ്ടിരിക്കുന്നു. മരണത്തിന് പ്രായമില്ല. പണ്ടൊരാളോട് ഞാൻ പറഞ്ഞപ്പോൾ അയാൾ എന്നോട് മറുപടി പറഞ്ഞത്, ഉസ്താദ് അതിനിപ്പോൾ തന്നെ എന്തിനാണ് നന്നാവണത്, ഒരു 60 വയസ്സൊക്കെ ആകുമ്പോൾ നന്നായ പോരെ, ഇപ്പോൾ ഒരു 18 വയസ്സൊക്കെ അല്ലേ ആയിട്ടുള്ളൂ, 60 വയസ്സൊക്കെ ആവണതിൻ്റെ തൊട്ടുമുമ്പ് നന്നായ പോരെ എന്ന് ആ ചെറുപ്പക്കാരൻ മനസ്സിലാക്കി. ഞാൻ മനസ്സിലാക്കിയത്, അവനോട് അസ്രാഈൽ അലൈഹിസ്സലാം വന്നിട്ട്, നീ 60 വയസ്സിലാണ്, ഫെബ്രുവരി 5-ാം തീയതി ഇന്ന ദിവസം ഇന്ന സമയത്ത് മരിക്കുമെന്ന് നേരത്തെ അഡ്വാൻസായി പറഞ്ഞിട്ടുണ്ടെന്നോ. അങ്ങനെ പറഞ്ഞ ഒരാൾക്കല്ലേ ഞാൻ 60 വയസ്സിൽ മരിക്കുമെന്ന് പറയാൻ പറ്റുള്ളൂ. വമാ തദ്രീ നഫ്സുൻ ബിഅയ്യി അർദിൻ തമൂത്ത്. എവിടെയാണ് മരിക്കുക എന്ന് ഒരു നഫ്സിനും അറിയില്ല. വലാ തഅലമു നഫ്സുൻ മാദാ തക്സിബു ഗദ. നാളെ എന്ത് പ്രവർത്തിക്കുമെന്ന് ഒരു നഫ്സിനും അറിയാൻ സാധിക്കൂല. പിന്നെ എങ്ങനെ നാം ഉറപ്പിച്ചിരിക്കും? അപ്പോൾ ഉള്ള ജീവിതം, നമ്മുടെ നിമിഷങ്ങൾ നന്മയിൽ ഉപയോഗപ്പെടുത്തണം. എത്രമേൽ കൃത്യമാണ് ആ സഹോദരൻ്റെ വാക്കുകൾ. ഏത് നിമിഷത്തിലാണ് എങ്ങനെയാണ് മരണം വരിക എന്ന് നമുക്കൊന്നും പറയാൻ പറ്റൂലെന്നേ. ഏത് നിമിഷത്തിലും ഒരു ചെരുപ്പിൻ്റെ വാറിനേക്കാൾ മരണം നമ്മുടെ അടുത്തിരിക്കുന്നു എന്നല്ലേ. അത്രമേൽ മരണം അടുത്തിരുന്നിട്ടും നമ്മൾ ആ മരണത്തിന് വേണ്ടി ഒരുങ്ങിയിട്ടുണ്ടോ? എന്നെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ മരിക്കും, നമ്മളൊക്കെ മരിക്കുമെന്ന ബോധം നമുക്കുണ്ട്. പക്ഷേ ഞാൻ ഇന്ന് മരിക്കും എന്നാരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? ഞാൻ ഇന്ന് മരിക്കും, അങ്ങനെ ആരും ചിന്തിക്കുന്നില്ല. ഇന്ന് ഞാൻ മരിക്കില്ല എന്നാണ് നമ്മുടെ ഉൾമനസ്സ് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എപ്പോഴാണ്, എങ്ങനെയാണ്, ഏതവസ്ഥയിലാണ് മരിക്കുക എന്നൊന്നും നമുക്കറിയില്ല. മരിക്കുന്ന സമയത്ത് ഈമാനൊന്ന് സലാമത്തായി കിട്ടണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മനസ്സറിഞ്ഞ് പറഞ്ഞുകൊണ്ട് മരിക്കാൻ കഴിയണം. ആ കുടുംബത്തോട് സങ്കടപ്പെടണമെന്ന് പറയാൻ നമുക്ക് പറ്റൂലല്ലോ. എന്നാലും നിങ്ങൾ ആ വിധിയെ തൃപ്തിപ്പെടണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ക്ഷമിക്കണം എന്നല്ല. ക്ഷമ നമ്മൾ കടിച്ചു പിടിച്ച് ചെയ്യുന്നൊരു സംഗതിയല്ലേ. നിങ്ങൾ തൃപ്തിപ്പെടുക. കാരണം ഒരു ഹദീസ് എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നുണ്ട്. ഒരു ചെറിയ കുട്ടിയുടെ റൂഹ് പിടിക്കാനായിട്ട് മലക്കുകളോട് അള്ളാഹ് പറയുന്നുണ്ട്,
ആ മലക്കുകൾ ഒന്ന് റൂഹൊക്കെ പിടിച്ചിട്ട് പടച്ചോൻ്റെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ അള്ളാഹു റബ്ബുൽ ആലമീൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എൻ്റെ അടിമയുടെ കുഞ്ഞിൻ്റെ റൂഹ പിടിച്ചോ? യാ റബ്ബി, നീ പറഞ്ഞിട്ടല്ലേ അള്ളാഹ് ഞങ്ങൾ റൂഹ പിടിച്ചത്? എൻ്റെ അടിമയുടെ ഹൃദയത്തിൻ്റെ കഷ്ണം നിങ്ങൾ കവർന്നു കൊണ്ടുവന്നോ മലക്കുകളെ? പടച്ചോൻ വീണ്ടും ചോദിക്കുകയാണ്, യാ റബ്ബി, നീ പറഞ്ഞിട്ടല്ലേ അള്ളാഹ് ഞങ്ങൾ റൂഹ പിടിച്ചത്? ഉടനെ അള്ളാഹിൻ്റെ ഒരു ചോദ്യമുണ്ട്, മാതാ ഖാല അബ്ദി, എൻ്റെ അടിമ എന്താണ് പറഞ്ഞത്? ഏത് സ്വന്തം കുഞ്ഞ് മരിച്ചു കിടക്കണത് കാണുമ്പോൾ, ചെറിയ കുട്ടി ആഗ്രഹിച്ച് കിട്ടിയൊരു കുട്ടിയെ മരിച്ചു കിടക്കണത് കാണുമ്പോൾ എന്താണ് എൻ്റെ അടിമ പറഞ്ഞത്? ഇത് അടിമയും ഉടമയും തമ്മിലുള്ളൊരു വൈകാരികമായ ബന്ധത്തിൻ്റെ തീവ്രതയാണത്. അത് അള്ളാഹുവിനെ സ്നേഹിക്കുന്ന അല്പമെങ്കിലും തസവൂഫിൻ്റെ ചിന്തയുള്ളവർക്ക് അതിൻ്റെ ഒരു വൈകാരിക തലം മനസ്സിലാവുള്ളൂ കേട്ടോ. അള്ളാഹു റബ്ബുൽ ആലമീൻ ചോദിക്കാം, മാതാ ഖാല അബ്ദി, എൻ്റെ അടിമ എന്താ പറഞ്ഞത്? ഹമിദക വസ്തർജൽ, പടച്ചോനെ സ്വന്തം കുഞ്ഞും മരിച്ചു കിടക്കുന്നത് കണ്ടപ്പോൾ തന്നെ ആ മനുഷ്യൻ പറഞ്ഞത് അൽഹംദുലില്ലാ, എൻ്റെ റബ്ബ് എനിക്ക് ഗുണമില്ലാത്തത് തരൂല. അല്ലേ? റബ്ബ് എന്ന് പറഞ്ഞാൽ ഞാൻ ചോദിക്കുന്നതൊക്കെ തരുന്നവനല്ലല്ലോ, എനിക്ക് ഗുണമെന്താണോ അത് തരുന്നവനാ. എൻ്റെ കുഞ്ഞിപ്പോൾ മരിക്കലാണ് ഗുണം, അതെനിക്കെൻ്റെ റബ്ബ് തന്നു, അൽഹംദുലില്ലാ, അവനാണ് സർവസ്തുതിയും. എന്നിട്ട് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞു. ഒന്നാലോചിച്ച്, ഇതാണ് തൃപ്തിപ്പെടുക എന്ന് പറഞ്ഞ മക്കാമ്. ഇത് ക്ഷമയുടെ മക്കാമല്ല, ഇത് റിളയുടെ മക്കാമാണ്. ഇത് റിളയുടെ മക്കാമാണ്. റളിയല്ലാഹു അൻഹും വറളു അൻഹു എന്ന് പറയുന്നൊരു മക്കാമുണ്ടല്ലോ, ആ മക്കാമാണത്. ഉടനെ അള്ളാഹ് പറയുന്നുണ്ട്, ഇബ്നൂലി അബ്ദി ബൈത്തൻ ഫിൽ ജന്ന വസമ്മുഹു ബൈത്തുൽ ഹംദ്, ഉടൻ തന്നെ സ്വർഗത്തിൽ നിങ്ങളൊരു കൊട്ടാരം പണിയണം എൻ്റെ അടിമക്ക് വേണ്ടി. ആർക്ക് വേണ്ടി? എൻ്റെ അടിമക്ക് വേണ്ടി ഒരു കൊട്ടാരം പണിയണം. എന്നിട്ട് അതിന് ബൈത്തുൽ ഹംദ്, സ്തുതിയുടെ കൊട്ടാരം, ഹംദിൻ്റെ കൊട്ടാരം എന്ന പേര് നിങ്ങൾ വെക്കണമെന്ന് അള്ളാഹു മലക്കുകളോട് കൽപ്പിക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. എൻ്റെ റബ്ബ് ഹൈറല്ലാത്തത് തരില്ല. അപകടം സംഭവിച്ചാലും കുടുംബത്തിൽ മരണം സംഭവിച്ചാലും ഇതൊക്കെ എനിക്കെൻ്റെ റബ്ബ് തരുന്ന ഹൈറാണ്. ഞാൻ കാലാകാലം ഇവിടെ ജീവിക്കേണ്ടവനല്ല, ആത്യന്തികമായൊരു ലോകം എനിക്ക് വരാനുണ്ട്. ആ ലോകത്തേക്ക് ഉള്ള കൃഷിയിടമാണിതെന്ന് തിരിച്ചറിയുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ വരുന്ന എല്ലാത്തിനെയും തൃപ്തിപ്പെടാൻ നമുക്ക് കഴിയാന്ന് പറയണത്. അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിനോട് ചോദിക്കുന്നുണ്ട്, അയ്യൂബേ, രോഗം ഉണ്ടായിരുന്ന സമയത്താണോ രോഗം മാറിയപ്പോഴാണോ നിങ്ങൾക്ക് കൂടുതൽ സന്തോഷം തോന്നിയത്? പടച്ചോനെ, രോഗം ഉണ്ടായിരുന്നപ്പോഴാണ്. എനിക്കപ്പോൾ നിന്നെ കൂടുതൽ ആസ്വദിക്കാൻ പറ്റി. നീ തന്ന രോഗമല്ല, വേറെ ആരും തന്നതല്ലല്ലോ, നീ തന്ന രോഗത്തോടു പോലും എനിക്കിഷ്ടമാണ്. കാരണം തന്നത് നീയാണെന്നതുകൊണ്ടാണ്. രോഗത്തിലേക്കല്ല ഞാൻ നോക്കണത്, ആരാണ് എനിക്ക് തന്നത്? അല്ലേ? തന്നത് നീയാണ്. അതിപ്പോൾ രോഗമാണെങ്കിലും എനിക്കിഷ്ടമാണ്, അപകടമാണെങ്കിലും എനിക്കിഷ്ടമാണ്. അൽഹംദുലില്ലാ. ആ പ്രിയപ്പെട്ട കുടുംബക്കാരോട് എനിക്ക് പറയാനുള്ളത്, വിവാഹമൊക്കെ ഉറപ്പിച്ച ആ പ്രിയപ്പെട്ട സഹോദരിയോട് എനിക്ക് പറയാനുള്ളത്, നിക്കാഹ് കഴിഞ്ഞതാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. നിക്കാഹ് കഴിഞ്ഞതാണെങ്കിൽ അള്ളാഹു ക്ഷമ കൊടുക്കട്ടെ. ആ സഹോദരിക്കും കുടുംബാദികൾക്കൊക്കെ അള്ളാഹു ക്ഷമ കൊടുക്കട്ടെ. വല്ലാത്തൊരു പരീക്ഷണമാണ് അവർക്കിത്. ആ പരീക്ഷണത്തിൽ റബ്ബിൻ്റെ വിധി അതാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തൃപ്തിപ്പെട്ട് നിൽക്കുക എന്നുള്ളതാണ്. നമ്മൾ കരഞ്ഞതുകൊണ്ടോ ബഹളുണ്ടാക്കിയതുകൊണ്ടോ വിധിയിൽ മാറ്റം വരുന്നില്ലല്ലോ. അപ്പം എന്ത് ചെയ്യണം? അള്ളാഹ് തന്നതങ്ങ് തൃപ്തിപ്പെടുക, അൽഹംദുലില്ലാ പറയാം. ഹൈറായത് റബ്ബ് തരട്ടെ എന്നുള്ള പ്രാർത്ഥനയും കൂടെയുണ്ട്. ആ പ്രിയപ്പെട്ട കുടുംബക്കാർ, നിങ്ങൾ വിഷമിക്കരുത്. നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ ആ പ്രിയ സഹോദരനോടൊപ്പം, ആ അഹ്സനി ഉസ്താദിനോടൊപ്പം കുടുംബസമേതം ഒരുമിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇമാം ഖുർത്തുബി റഹിമഹുല്ലയൊക്കെ പറയുന്നുണ്ട്, ഇതുപോലൊരു മരണവാർത്തയും അതുപോലെ തന്നെ ഖബറും ഒക്കെ കാണുമ്പോഴേ നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരേണ്ടത് ഒരു സിംഹാസനത്തിലിരിക്കാൻ കഴിയാത്തൊരു രാജാവിനെ പോലെയാണെന്നാണ്. അതായത് രാജാവ് ഇങ്ങനെ സിംഹാസനത്തിലിരിക്കുമ്പോൾ വൈദ്യൻ വന്ന് പറയുന്നുണ്ട്, രാജാവേ, നിങ്ങൾ നാളെ മരിക്കും, അത്രയേ ഉള്ളൂ നിങ്ങളുടെ ആയുസ്. രാജാവിന് പിന്നെ ആ സിംഹാസനം വല്ല സുഖവും കൊടുക്കോ? ഇതുപോലെ എൻ്റെ മരണം വരുമ്പോൾ ഞാൻ എൻ്റെ റബ്ബിൻ്റെ മുമ്പിൽ ചെന്ന് നിൽക്കേണ്ടവനാ. ഞാൻ എന്താ ഒരുക്കിയിട്ടുള്ളത് എൻ്റെ റബ്ബിന് വേണ്ടിയിട്ട്? ഞാനിവിടെ നിസ്കരിച്ചിട്ടുണ്ടോ? നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഫവൈലുല്ലിൽ മുസല്ലീൻ, നിസ്കരിക്കുന്നവർക്ക് നാശാണെന്നാണ് പറഞ്ഞത്. അങ്ങനത്തെ നിസ്കാരമാണോ എൻ്റെ നിസ്കാരം? ഞാൻ നോമ്പ് പിടിച്ചിട്ടുണ്ടോ? ഈമാനോട് നോമ്പ് വെച്ചിട്ടുണ്ടോ? ഞാൻ ഹജ്ജിന് കുറേ തവണ പോയിട്ടുണ്ട്. ഒരു ഹജ്ജെങ്കിലും അള്ളാഹ്ക്ക് വേണ്ടിയുള്ള ഹജ്ജായിട്ടുണ്ടോ? ഞാൻ സക്കാത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു തവണയെങ്കിലും എൻ്റെ മുതലാളിത്ത മനോഭാവം വരാതെ പടച്ചോന് വേണ്ടിയിട്ട് ഞാൻ സക്കാത്ത് കൊടുത്തിട്ടുണ്ടോ? പടച്ചോനെ, ഈമാൻ സലാമത്താക്കണേ അല്ലാഹ്. ഈ ബോധ്യത്തിൽ ജീവിക്കാൻ കഴിഞ്ഞാൽ മരണം നമുക്ക് ആഘോഷമാക്കാം, മരണം നമുക്ക് പെരുന്നാളാക്കാം, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാം. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. മരണപ്പെട്ട സഹോദരന്
അള്ളാഹു ബർസഖ് ലോകത്ത് ശുഹദാക്കളോടൊപ്പമുള്ള സ്ഥാനം നൽകി അനുഗ്രഹിക്കട്ടെ. അസുഖബാധിതരായി ഹോസ്പിറ്റലിൽ കഴിയുന്നവർക്ക് അള്ളാഹു പരിപൂർണ്ണ സൗഖ്യം നൽകുമാറാകട്ടെ. കുടുംബാദികൾക്ക് കാരുണ്യവാനായ റബ്ബ് മനോബലവും ക്ഷമയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.